الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, ഈ ലോകം നിയന്ത്രിച്ച് പരിപാലിക്കുന്നു നമ്മളെ സൃഷ്ടിച്ച നമ്മൾക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഈ ലോകത്തെമ്പാടും നിറച്ച നാളെ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ഓരോ നിമിഷവും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് വിശ്രമിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി വിശ്രമം ഇവിടെയല്ല, പരലോകത്ത് സ്വർഗത്തിലാണ്. അഅ്മാലു ഫിദ്ദുനിയ വറാഹത്തുൻ ഫിൽ ജന്ന. ഇവിടെ പ്രവർത്തിക്കുക, നാളെ പരലോകത്ത് സ്വർഗത്തിൽ ചെന്നിട്ടാണ് സത്യവിശ്വാസിക്ക് വിശ്രമമുള്ളത്. സത്യവിശ്വാസി നിരന്തരം അള്ളാഹുവിനെ ആരാധിക്കുന്നവനായിരിക്കണം. കാരണം അള്ളാഹു അവനോട് പറഞ്ഞത് വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമെന്ന യാഥാർത്ഥ്യം വന്നെത്തുന്നതുവരെ അള്ളാഹുവിനെ നിരന്തരമായി ആരാധിച്ചുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രമല്ല, ഏതെങ്കിലും മാസങ്ങളിൽ മാത്രമല്ല. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒരു കിട്ടിയാൽ അധ്വാനിക്കണം, ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു കാര്യത്തിലേക്ക് പോകണം. ആഗ്രഹം റബ്ബിങ്കലേക്ക് സമർപ്പിച്ച് ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് മുന്നോട്ട് പോകണം. 5 നേരത്തെ നമസ്കാരം, മറ്റ് ആരാധനകൾ, ദുആകൾ ഏത് സമയത്തും നിത്യജീവിതത്തിൽ ധാരാളമായി പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകൾ നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ മൈക്രോ സെക്കൻഡുകൾ കുന്നുകൂടി ചേർന്നതാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്. അതുകൊണ്ട് മാസങ്ങൾക്കും ആഴ്ചകൾക്കും ദിവസങ്ങൾക്കും എല്ലാം വളരെ വലിയ പ്രാധാന്യമുണ്ട്. പവിത്രമായ 4 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്
ഈ 4 മാസങ്ങൾ പവിത്രമാണ്, ഇത് യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണ് എന്ന് ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസം അത് നമുക്കറിയാം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിച്ച മാസം റമളാനാണ്. നമ്മൾ ആ റമളാൻ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയി ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റമളാനിലെ ലൈലത്തുൽ ഖദ്ർ, മുഹറം മാസത്തിലെ മുഹറം മാസവും അതേപോലെയുള്ള കാര്യങ്ങളും. പവിത്രമായ സ്ഥലമാണ് മക്കയും മദീനയും. മക്കത്ത് നമ്മൾ ഹറമിൽ ചെന്ന് നമസ്കരിച്ചാലുള്ള പ്രതിഫലത്തെ, മദീനയിൽ ചെന്ന് നമസ്കരിച്ചാലുള്ള പ്രതിഫലത്തെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മക്കയെയും മദീനയെയും ഒരു സത്യവിശ്വാസി ഇഷ്ടപ്പെടണം. അവിടെ ബർക്കത്തുള്ള നാടാണ്. ഇങ്ങനെ നാടിനെ, മാസങ്ങളെ, ദിവസങ്ങളെ ഒക്കെ അല്ലാഹു തആല പ്രതിഫലം ധാരാളം നേടുന്നതിനുള്ള അവസരങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. പള്ളികൾ, അല്ലാഹുവിൻ്റെ ഭവനങ്ങൾ, അത് ഏറ്റവും മികച്ചതാണ്. അവിടെയാണ് അല്ലാഹുവിന് ഏറ്റവും തൃപ്തികരമായ സ്ഥലം. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അങ്ങാടികൾ അല്ലാഹുവിന് വെറുപ്പുള്ള സ്ഥലവും പള്ളികൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവുമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നമ്മൾ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നത് മനുഷ്യനെ പരാജയത്തിലേക്ക് നയിക്കും. വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അവസരങ്ങളെ ജാഗ്രതയോടുകൂടി ഉപയോഗപ്പെടുത്തുകയും അത് ഫലപ്രദമായി തീരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. 10 രാത്രികളെ പിടിച്ച് സത്യം പറയുന്നതിനെ കുറിച്ച് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, 10 രാവുകൾ കൊണ്ട് ഉദ്ദേശം ദുൽഹിജ്ജ മാസത്തിലെ 10 രാത്രികളാണ്. ദിനങ്ങളുടെ ശ്രേഷ്ഠമായ ദിനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള ദിനങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. ആ ദിനങ്ങളെ അല്ലാഹു തആല നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വഹിയിലൂടെ അറിയിച്ച 10 ദിനങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്താനും അവസരങ്ങളെ നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി സ്വീകരിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൻ ഇബ്നു അബ്ബാസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മൽ അമലു ഫി അയ്യാമിൽ അശ്റ അഫ്ളലു മിൻ അമലി ഫി ഹാദിഹി ഖാലു വലാ ജിഹാദ് قال ولا جهاد إلا رجل خرج يخاطر بنفسه وماله فلم يرجع بشيء. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മങ്ങളുമില്ല. അഥവാ ഇനി വരാനിരിക്കുന്ന 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഏത് സൽക്കർമ്മത്തിനും വലിയ പ്രതിഫലം കിട്ടും. അവർ സഹാബികൾ ചോദിച്ചു, റസൂലേ, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദുമില്ലേ? നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദുമില്ല. ആ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായതാണ് ഈ ഒരു 10 ദിവസത്തിലെ കർമ്മങ്ങൾ. എന്നാൽ ഒരാൾ സ്വന്തം ശരീരവും സമ്പത്തുമായും അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് പുറപ്പെടുകയും അവയിൽ നിന്ന് ഒന്നും അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാതിരിക്കുകയും രക്തസാക്ഷിയാവുകയും ചെയ്താലല്ലാതെ രക്തസാക്ഷിയുടെ പ്രതിഫലം മാത്രമേ ഈ 10 ദിവസത്തെ ശ്രേഷ്ഠകരമായ ഈ 10 ദിവസത്തെ സൽക്കർമ്മങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് സമ്പത്തും ശരീരവും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചുകൊണ്ടുള്ള ജിഹാദ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് പറഞ്ഞു, റമളാനിലെ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ പകലുകൾ.
അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുനിന്നുള്ള പ്രമാണങ്ങൾക്ക് അടിസ്ഥാനമാക്കി പറയുകയാണ്, റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ പകലുകൾ. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ പകലുകൾക്കാണ് ശ്രേഷ്ഠത. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യ 10 രാത്രിയേക്കാൾ ശ്രേഷ്ഠമാണ് റമദാനിലെ അവസാന 10 രാത്രികൾ. ഇപ്പോൾ റമദാനിലെ അവസാനത്തെ 10 രാത്രിക്കു ശ്രേഷ്ഠതയുള്ളതുപോലെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകൾക്കാണ് ശ്രേഷ്ഠത. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാകാനുള്ള കാരണത്തെക്കുറിച്ച് ഇമാം ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ്. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാകാനുള്ള കാരണം അടിസ്ഥാന ആരാധനകളായ നമസ്കാരം, നോമ്പ്, ദാനധർമ്മം, ഹജ്ജ് മുതലായ ഈ ദിനങ്ങളിൽ ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ്. മറ്റ് യാതൊരു ദിവസങ്ങളിലും ഇവയൊന്നും ഒന്നിച്ചു വരുന്നില്ല. ഹജ്ജ് വരുന്നത് ദുൽഹിജ്ജയിലെ ഈ ദിനങ്ങളിലാണ്. ഈ ദിനങ്ങളിൽ ഹജ്ജ് വരുന്നത് കൊണ്ട് അതിനോട് ചേർന്ന് അറഫ നോമ്പും ജമാഅത്ത് നമസ്കാരവും ദാനധർമ്മങ്ങളുമൊക്കെ ഈ 10 ദിവസങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാകാനുള്ള കാരണമെന്ന് ഇമാം ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറയുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറഞ്ഞത്, ദുൽഹിജ്ജ ആദ്യത്തെ 10 നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തിന് റമദാനിൽ നമസ്കരിക്കുന്ന 2 റക്അത്തിനേക്കാൾ പുണ്യമുണ്ട്. ഇത് സാധാരണക്കാർക്ക് തീരെ അറിയാത്ത കാര്യമാണ്. അഥവാ ആ നിയ്യത്ത് വെക്കണം. 10 ദിവസം 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ഈ നമസ്കാരത്തിന് റമദാനിലെ 2 റക്അത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ നമസ്കാരമെന്ന് നിയ്യത്ത് വെക്കണം. പ്രതിഫലേച്ഛയുണ്ടായിരിക്കണം. എന്നാൽ പണ്ഡിതന്മാർക്ക് അങ്ങനെയല്ല. അതിനാൽ പണ്ഡിതന്മാർ ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുണ്ടെന്ന് പണ്ഡിതന്മാർ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. ആ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിലെ വെള്ളിയാഴ്ച മറ്റു മാസങ്ങളിലെ വെള്ളിയാഴ്ചകളെക്കാൾ ശ്രേഷ്ഠകരമാണ്. യൗമുൽ ജുമുഅത്തു ഫീ അശ്റു ദിൽഹിജ്ജ അഫ്ളലു മിൻ ജുമുഅത്തു ഫീ ഗൈരിഹി ഇജ്തിമാഉൽ ഫാദിലീന ഫീഹി. ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, 2 ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു എന്നതിനാൽ ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച മറ്റേതൊരു വെള്ളിയാഴ്ചയെക്കാളും കൂടുതൽ മികച്ചതാണ്. അപ്പോൾ ആ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്ന് വിചാരിച്ച് പള്ളിയിലേക്ക് വരുമ്പോൾ അതിനുള്ള പ്രത്യേകമായ പ്രതിഫലം നമുക്ക് ലഭിക്കും. സലഫുകൾ ഈ ദിവസത്തെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. വകാന സഈദ് ഇബ്നു ജുബൈർ ഇദാ ദഖല അയ്യാമിൽ അശറ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ സമാഗതമായാൽ താബിഉകളിൽ പ്രമുഖനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനായി പരിശ്രമിക്കാറുണ്ടായിരുന്നു. അഥവാ ആകെ ക്ഷീണിച്ചിരിക്കുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്നർത്ഥം. ഇബ്നു ഖുദാമ റഹ്മഹുല്ലാഹ് പറയുന്നു, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്തുകൊണ്ടും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമാകുന്നു. അതിനാൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം ഇരട്ടിപ്പിക്കുന്നതും അന്ന് ഇബാദത്തുകളിൽ കൂടുതൽ പ്രയത്നിക്കൽ സുന്നത്തുമാകുന്നു എന്ന് ഇബ്നു ഖുദാമ റഹ്മഹുല്ലാഹ് പറയുകയാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ആരാധനകൾ എന്തൊക്കെയാണ്? ദുൽഹജ്ജ് 10 പരിഗണിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ പരിഗണിക്കണം? ആരാധനകളെ പരിഗണിച്ച് ആരാധനകൾക്ക് പ്രാധാന്യം നൽകി ആരാധനകളിൽ മുഴുകി ജീവിക്കാൻ ഈ 10 ദിനങ്ങളെ നമ്മൾ എടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. 10 ദിനങ്ങൾ എന്നാൽ 240 മണിക്കൂറുകളാണ്. 240 മണിക്കൂറുകൾ. ആ 240 മണിക്കൂറുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ മീസാൻ, നമ്മുടെ കിതാബ്, നമ്മുടെ ഹിസാബ്, നമ്മൾ സിറാത്തിലൂടെ പോകുന്നതൊക്കെ ഏറ്റവും അനുകൂലമായ നിലക്ക് അല്ലാഹു തആല ആ കാര്യത്തിൽ നിലപാടെടുക്കും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ എന്ന് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമസ്കാരമാണ് ഒന്നാമത്തേത്.
കാരണം നമസ്കാരം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്താണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്താണ് നമസ്കാരം വർദ്ധിപ്പിക്കാൻ സാധിക്കും. തഹജ്ജുദ് നമസ്കരിക്കാത്തവർ ഈ 10 ദിവസങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാൻ തുടങ്ങുക. സുബഹിന് ജമാഅത്തിന് പോകാത്ത ആളുകളുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് ജമാഅത്തിന് പോവുക. രാവിലെയുള്ള പ്രാർത്ഥന ചൊല്ലാത്തവരുണ്ടെങ്കിൽ രാവിലെയുള്ള പ്രാർത്ഥന ചൊല്ലുക. ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് നമസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഈ 10 ദിവസം അതൊന്ന് നമസ്കരിക്കാൻ പരിശ്രമിക്കുക. ളുഹറിന് ശേഷം സലാം വീട്ടി പ്രാർത്ഥന ചൊല്ലാത്തവരുണ്ടെങ്കിൽ, റവാത്തിബ് നമസ്കരിക്കാത്തവരുണ്ടെങ്കിൽ അവരതിലേക്ക് മുന്നിട്ട് വരിക. അസർ ജമാഅത്തിനെ നഷ്ടപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ അസർ ജമാഅത്തിനെ സ്വീകരിക്കുക. മഗ്രിബിന് പള്ളിയിൽ ബാങ്ക് കൊടുത്ത് 2 റക്അത്ത് കഴിഞ്ഞിട്ടെത്തുന്നവരുണ്ടെങ്കിൽ അവർ 1ാമത്തെ തക്ബീർ കിട്ടാൻ പരിശ്രമിക്കുക. ഇശാഇന്റെ നമസ്കാരം സമയത്ത് നമസ്കരിക്കുക. വൈകുന്നേരമുള്ള പ്രാർത്ഥന, വൈകുന്നേരം ചൊല്ലേണ്ട അദ്കാറുകൾ അസറിന് ശേഷം ചൊല്ലുക. ഇങ്ങനെ ഒരു ക്രമത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കി ഈ 10 ദിവസത്തിൽ ആവശ്യമാണ്. അത് സുന്നത്താണ്. അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്ന് പണ്ഡിതന്മാരും നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവുമായി നമ്മൾ ഏറ്റവും അടുത്തുകൂടുന്നത് സുജൂദുകളിലാണ്. അതുകൊണ്ട് തന്നെ റവാത്തിബുകളിലെ, തഹിയ്യത്തിലെ, തഹജ്ജുദിലെ ആ ഒരു സുജൂദുകളൊക്കെ സുദീർഘമായി ചെയ്യുകയും അതിൽ ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് ആരാധനകൾ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. നിർബന്ധ നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുക, ഐച്ഛിക നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നതാണ് പറഞ്ഞു വന്നത്. 2ാമത്തേത് നോമ്പ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു സിരീൻ, ഖത്താദ, മുജാഹിദ് റഹ്മഹുല്ലാഹു തുടങ്ങിയ സലഫുകളും ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുക്കുന്നത് പുണ്യകരമാണെന്ന അഭിപ്രായക്കാരാണ്. ദുൽഹിജ്ജ 9 ദിവസവും നോമ്പ് നോൽക്കൽ അനുവദനീയമാണെന്ന് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നുവെന്ന് സ്ഥിരപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടുണ്ട്. عن امرأته عن بعض أزواج النبي صلى الله عليه وسلم قالت كان رسول الله صلى الله عليه وسلم يصوم 9 ذي الحجة. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസിൽ പറയുന്നുണ്ട്. ഈ ഹദീസിനെ ദുൽഹിജ്ജ എന്ന പ്രയോഗത്തിൽ നിന്നും ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങൾ എന്നെല്ലാം ദുൽഹജ്ജ് 9 എന്ന് ചില പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ എന്നതാണ് കൂടുതൽ പണ്ഡിതന്മാർ ശരിയായ വീക്ഷണം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ 9 ദിവസവും നോമ്പ് നോൽക്കാൻ കഴിയുന്നവർക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കുക. ആ 9 ദിവസവും തുടർച്ചയായി നോമ്പ് നോൽക്കാൻ കഴിയുന്നവർക്ക്. എന്നാൽ അല്ലാത്തവർ ദുൽഹജ്ജ് 9 ഇവിടെ മാസം കണ്ടതിനനുസരിച്ച് ദുൽഹജ്ജ് 9 നോമ്പ് നോൽക്കുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോടെ ഏറ്റവും ചേർന്ന് നിൽക്കുക. അതുകൊണ്ട് തന്നെ ധാരാളമായി ദാനധർമ്മം ചെയ്യാനും, ധാരാളമായി സൽസ്വഭാവം പ്രകടിപ്പിക്കാനും, ധാരാളമായി നമസ്കരിക്കാനും, നോമ്പ് നോൽക്കാനും, ധാരാളം ദിക്ർ ചെല്ലാനും ഇനിയുള്ള ഈ ദുൽഹജ്ജിലെ 10 ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എന്നോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരോട് സൂചിപ്പിക്കാനുള്ളത്. എന്തിനാണിതൊക്കെ? ഖബർ വിശാലമാകാൻ, ഖബറിലേക്ക് സ്വർഗത്തിലെ വാതായനങ്ങൾ തുറന്നു കിട്ടാൻ, ഇവിടെ നിന്ന് പരലോകത്തേക്ക് പോകുമ്പോൾ സ്വർഗത്തിന്റെ മലായികത്ത് വന്ന് നമ്മുടെ ആത്മാവിനെ തിരിച്ചെടുക്കാൻ, നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ പ്രകാശപൂരിതമായ മുഖത്തോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, നാളെ വിചാരണക്കെടുക്കുമ്പോൾ മീസാനിൽ ഖനം തൂങ്ങുന്ന പ്രവർത്തനങ്ങൾ കണ്ട് കണ്ണുകുളിർക്കാൻ, കിതാബെടുത്ത് വായിച്ചു നോക്കുമ്പോൾ വലതു കൈയിലൂടെ മുന്നിലൂടെ കിതാബ് ലഭിക്കാൻ, ഹിസാബ് വേഗത്തിൽ കഴിയാൻ, സിറാത്തിന്റെ പാലത്തിലൂടെ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കിട്ടി മുന്നോട്ട് പോകാൻ, ഹൗദിലെ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് ലഭിക്കാൻ,
ആ പരലോകത്തെ സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ ഏതെങ്കിലും ഒരു വാതിലിലൂടെ നമ്മുടെ പേര് വിളിച്ച് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനത്തെ നമ്മൾ പരിഗണിക്കണമെന്ന് ഇവിടെ സൂചിപ്പിച്ചത്. ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. മുഖം കുത്തി നാളെ പരലോകത്ത് വരാതിരിക്കാൻ, ഹിസാബിന്റെ രേഖ വായിക്കുമ്പോൾ ഖേദിക്കാതിരിക്കാൻ, മീസാൻ തൂക്കുമ്പോൾ നന്മയുടെ ഖനം കുറയാതിരിക്കാൻ, ഹിസാബ് വൈകാതിരിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശഫാഅത്ത് ലഭിക്കാൻ 70 മുളഞ്ചങ്ങലയിൽ 70 കൂട്ടുകളിട്ട് നമ്മളെ മലക്ക് മുഖം അടിയിലേക്കാക്കി വലിച്ചു കൊണ്ടുപോകാതിരിക്കാൻ, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയാതിരിക്കാൻ, അവിടുത്തെ പാനീയം കുടിച്ച് വയറ് പൊട്ടി ആ പാനീയം പുറത്തു വരുന്ന മഹാശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ ദുൽഹജ്ജ് 10 ഇത്തരം ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, ആ ശ്രേഷ്ഠ ദിനങ്ങൾ നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് സൂചിപ്പിച്ചത്. അല്ലാഹു തആല ആ ദിനങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആരാധനകൾ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ധാരാളമായി ദിക്ർ ചൊല്ലുക എന്നതാണ്. സുബ്ഹാനല്ലാഹ് എന്നൊരാൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ അയാൾക്ക് 1000 നന്മകൾ എഴുതി വെക്കുകയും 1000 തിന്മകൾ മായ്ക്കപ്പെടുകയും 1000 പദവികൾ അയാൾക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലിയാൽ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലിയാൽ 100 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും. അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊരാൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ 100 ലക്ഷണമൊത്ത കുതിരകളെ ജിഹാദിന് വേണ്ടി ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കും. ഒരല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലിയാൽ ലക്ഷണമൊത്ത 100 ഒട്ടകങ്ങളെ ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കും. ഇങ്ങനെ ഏത് സമയത്തും ദിക്റിലൂടെ, നാവിൽ ദിക്റിലൂടെ ദിക്റിന്റെ നനവുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരം നന്നാവും, നമ്മൾ സൽസ്വഭാവികളാകും, ക്ഷമയുണ്ടാകും, നമ്മൾ ഹുദയിലായിരിക്കും. നമ്മുടെ മനസ്സിലുള്ള ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ അദ്കാറുകൾ, ദിക്ർ ചൊല്ലുക എന്നത്. അത് ഈ ഒരു 10 ദിവസത്തിൽ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നത് 10 പ്രാവശ്യം ചൊല്ലാമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. 33 ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലി 100 ആക്കാമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും 100 പ്രാവശ്യം ചൊല്ലാമെന്നും സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇത്തരം ശ്രേഷ്ഠമായ ദിനങ്ങളിൽ നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിക്റുകളും 100 പ്രാവശ്യം ചൊല്ലാൻ ശ്രദ്ധിച്ചാൽ എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. അതേപോലെ ഈ ഒരു ശ്രേഷ്ഠമായ ദിനങ്ങളിലുള്ളതാണ് അറഫ നോമ്പ്, ദുൽഹജ്ജ് 9-നുള്ള നോമ്പ്. ആ നോമ്പ് നമ്മൾ കൃത്യമായി അതിനെ പ്ലാൻ ചെയ്ത് അന്ന് പുലർച്ചെ അത്താഴത്തിന് നീക്കാൻ ഓർമ്മ കിട്ടി ആ ഒരു നോമ്പിനെ ഒന്ന് പരിഗണിക്കുന്നതോടുകൂടി നമുക്ക് കഴിഞ്ഞ വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങളും പൊറുക്കും. അറഫ ദിനത്തിലെ നോമ്പിനെ കുറിച്ച് ചോദിച്ചു. വരാനിരിക്കുന്ന വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും പാപങ്ങളെ മായ്ക്കപ്പെടുന്ന കാര്യമാണ് അറഫയിലെ നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളെ സജീവമായി
ഉപയോഗപ്പെടുത്താനും അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി പരലോകത്തിൽ ലഭിക്കാനും നമ്മൾക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിലെ ഏതു കർമ്മങ്ങളെയും ഏത് ദിനങ്ങളെയും ഏത് സമയങ്ങളെയും ശ്രേഷ്ഠമായി വിചാരിക്കാനുള്ള ഈമാനും തഖ്വയും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.